പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, യുദ്ധമെന്ന് പറയുന്നത് വേൾഡ് കപ്പ് ഫുട്ബോളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസത്തെ ആവേശമോ ഒന്നും വിതയ്ക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു വിഷയത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അവസ്ഥ ഏറെക്കുറെ ഇന്നാട്ടിലെ മലയാളികൾ പരസ്പരം എല്ലാവരുമായിട്ടും കണക്റ്റഡാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വസ്തുതകളെക്കാട്ടും കൂടുതലും സത്യസന്ധമായ കാര്യങ്ങൾ ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും ഇന്ന് നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബത്തിലിരിക്കുന്ന പ്രത്യേകിച്ച് പ്രായമുള്ള രക്ഷകർത്താക്കളെ അനാവശ്യമായ ഭീതിയിൽ ആഴ്ത്തത്തക്ക രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി, അതിൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തനം ഏതാണ്ട് മിസൈലിൻ്റെ മണ്ടയിൽ കയറിപ്പോയി സഞ്ചരിച്ച് പുള്ളി കണ്ട കണക്കാണ് ഈ ഇവന്മാരിരുന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺകുമാറിൻ്റെ വിചാരം അരുൺകുമാറിനോട് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഇസ്രായേൽ ഓരോ മിസൈൽ വിടുന്നതും എവിടൊക്കെ വിടുന്നുണ്ട്, എവിടൊക്കെ പോയി പൊട്ടുന്നുണ്ട്, ഒരു വീടിനുള്ളിൽ ആരൊക്കെ ഉണ്ട്, ഇതെല്ലാം അവർ ഈ മിസൈൽ വിടുന്നതിന് മുന്നേ ഇതിൻ്റെ എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിന് അയച്ചു കൊടുക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇന്നലെ തന്നെ ബുർജ് ഖലീഫയിൽ നിന്ന് ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ടിൽ വാർത്ത കിട്ടും. അവിടെയുള്ള ആൾക്കാർ പറയുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രവാസി മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ജനതയെ നന്നായി സംരക്ഷിക്കാൻ കഴിയാവുന്ന ഭരണാധികാരികൾ അവിടെയുണ്ട്. പിന്നെ ഏതൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അവരെയും ബാധിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ ഏതോ വലിയ രീതിയിൽ, അതായത് ആ നാട്ടിലെ ജനതയെല്ലാം ഇല്ലാതായി പോവുകയാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉളവാക്കത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കിടയിൽ, ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു അച്ഛനോ ഒരു അമ്മ പ്രായമുള്ള ഒരാൾ തൻ്റെ മകനെ പെട്ടെന്ന് ഈ വാർത്ത കണ്ടിട്ട് വിളിക്കുകയാണ്. അവനവിടെ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് കക്ഷിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ജോലിയുടെ തിരക്കിനിടയിൽ ഫോൺ ശ്രദ്ധിക്കാതിരിക്കുകയോ മറ്റോ ചെയ്താൽ ഈ ഓരോ മണിക്കൂറും ഇവിടുത്തെ ഈ രക്ഷകർത്താവ് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ആഴം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കോവിഡ് ആയിക്കോട്ടെ, ഇവിടെ നടന്നിട്ടുള്ള പല വിഷയങ്ങളായിക്കോട്ടെ, ഇവിടെ എന്ത് വിഷയവും നിങ്ങളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിച്ച് ആഘോഷിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. പണം ഉണ്ടാക്കാൻ വേറെ പല മാർഗങ്ങളില്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ മാനസികമായി ഇല്ലാതാക്കി വ്യാജ വാർത്തകൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങളിതിങ്ങനെ ആഘോഷിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഏക്കും പൂക്കും ഇതിനെക്കുറിച്ച് അറിയാമോ? വല്ല രാജ്യത്ത് മിസൈൽ പോയി വീഴുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ആ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അവിടുത്തെ ജനതയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു കോമൺ സെൻസിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ കേരളത്തിലാണ് യുദ്ധം നടക്കുന്നതെന്ന് വെച്ചോളൂ. ഏതെങ്കിലും ഒരു രാജ്യം കേരളത്തിലേക്ക് 4 മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടാവുമോ? കൊച്ചിയിലൊരു മിസൈൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇതൊക്കെ നിങ്ങൾ ഈ എന്ത് അടിസ്ഥാനത്തിലാണ് വല്ല രാജ്യത്തും വീഴുന്ന മിസൈലുകളുടെ കഥയും വല്ല രാജ്യത്തും സംഭവിക്കുന്ന ഈ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ അവിടുന്ന് തിരക്കഥ സൃഷ്ടിച്ച് ഇങ്ങനെ പടച്ചു വിടുന്നത്? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വാർത്ത കിട്ടും, അതിനൊരു സമയമെടുക്കും. അത് ആ സമയം വൈകുന്നേരം 1 മണിക്കൂർ എങ്ങാനും ഇന്ന രീതിയിൽ അവിടെ പ്രശ്നം നടന്നിട്ടുണ്ട്, അവിടെ ഇന്ന ഭാഗത്ത് മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, അവിടെ ഇത്ര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അറിയേണ്ടെന്നേ. ഞങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇവിടെ ഇപ്പം 1 മാസം കൂടെ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ നാട്ടിലെ നിരവധി മനുഷ്യർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഒരു ദിവസം കേരളത്തെ ബാധിക്കുന്ന, മലയാളിയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നിരിക്കെ അനാവശ്യമായിട്ട് ആഘോഷമാക്കി മാറ്റി ഒരു ദിവസം ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് നിങ്ങളിങ്ങനെ. ഇത് പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നമുണ്ടായ സമയത്തും റിപ്പോർട്ടർ ചാനലൊക്കെ ആഘോഷിച്ചത് ഇതേ രീതിയിലായിരുന്നു. പല മിസൈലുകളും റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ടാണ് അരുൺ വിട്ടത്. അരുൺ എത്രയോ വിമാനത്താവളങ്ങൾ ഇതുവരെ അടിച്ച് ഇല്ലാതാക്കിയേക്കുന്നു. ഒരു മനസാക്ഷിയും ഒരു മര്യാദയും ഇല്ലാത്ത മാധ്യമപ്രവർത്തകരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ചെങ്കിലുമൊക്കെ ഈ പണത്തിന് വേണ്ടിയിട്ട് എന്ത് വിവരക്കേടും കാണിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കും. കുറഞ്ഞ പക്ഷം നിങ്ങളും ഒന്ന് ചിന്തിക്കൂ. ഇന്നും നിങ്ങൾ പടച്ചുവിടുന്ന ഈ വ്യാജ വാർത്തകൾ കേട്ടിട്ട് മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇപ്പോൾ എത്രയോ പേർ എന്നെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, പത്തനാപുരത്ത് മത്സരിക്കുന്നില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങളങ്ങ് വിടുകയാണ്. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ വാർത്ത? അതുപോലെ 2 മാസം മുന്നേ ഞാൻ കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിയാകുന്നു, നിങ്ങൾ വാർത്ത വിട്ടു. എവിടുന്ന് കിട്ടി ഇങ്ങനൊരു വാർത്ത? അപ്പോൾ ഇല്ലാ കഥകൾ അങ്ങ് പ്രചരിപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളങ്ങ് എഴുതി വിടുകയാണ്. ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കണം. കാര്യം ഇന്നും മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനും പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നതിനും ഒരു വിശ്വാസ്യത മലയാളികൾക്കിടയിലുണ്ട്. ആ മലയാളികൾ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ അതുകൊണ്ടങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കാനോ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പഠിക്കാനോ ശ്രമിക്കാതെ ഒരു തിരക്കഥ തയ്യാറാക്കി അത് വാർത്തയായിട്ട് നിങ്ങളങ്ങ് അവതരിപ്പിക്കുകയാണ്. ആ പരിപാടി അവസാനിപ്പിക്കണം. കുറഞ്ഞ പക്ഷം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കത്തക്ക, മനുഷ്യനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവനെ വിഷമിപ്പിക്കത്തക്ക വിഷയങ്ങൾ വരുന്ന സമയത്ത് അതെടുത്ത് വെച്ച് ആഘോഷിക്കാതിരിക്കൂ എന്ന്
പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ പേരിൽ ആർക്കും വിരോധമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ കുറഞ്ഞ പക്ഷം സ്വയം വിമർശനാത്മകമായിട്ടൊന്ന് ചിന്തിക്കണം. പല കാര്യങ്ങളിലും നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഈ നാടിന് നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നാട് നന്നാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുമിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് പല ആൾക്കാർക്കിടയിൽ ഉണ്ടാവും. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഈ നാടിൻ്റെ ഏറ്റവും മഹത്തായ 4 തൂണുകളായിട്ട് തന്നെ നിലനിൽക്കണം. സത്യം പറയണം, സത്യത്തിന് വേണ്ടി പോരാടണം. അതിനു വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും സ്നേഹവും അറിയിക്കുകയാണ്. ആവശ്യമില്ലാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ നാടിനെ ഇല്ലാതാക്കുന്ന മാധ്യമ രീതി ഇവിടെ വരുന്നത് ഏത് ചാനലിൻ്റെ വരവോട് കൂടിയിട്ടാണെന്നുള്ള കാര്യം മാധ്യമ രംഗത്ത് നിൽക്കുന്നവർക്കും അറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് ആ ചാനലിനെ ആ രീതിയിൽ ടോമാഞ്ചേരി കാണുന്ന കണക്ക് നമുക്ക് കണ്ടു കളയാം. അവിടെ വ്യൂവേഴ്സൊക്കെ ഉണ്ടാവും. കാര്യം അതൊരു സ്വാഭാവികതയാണ്. ആ വ്യൂവേഴ്സ് നമ്മൾ കാണേണ്ടത് ഒരു ടോമാഞ്ചേരി കാണുന്ന ലാഘവത്തിൽ കോമാളി കളിക്കുന്നവനെ കോമാളിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമ്മളതിനെ അങ്ങ് കണ്ടു കളയുക. മറിച്ച് അതൊരു മാധ്യമ സ്ഥാപനമാണെന്നോ അവിടെ പറയുന്ന വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടെന്നോ ഒരു മനുഷ്യനും വിശ്വസിക്കാതിരിക്കുക. അവൻ്റെ കോമാളിത്തരങ്ങളെ നിങ്ങൾ ആഘോഷിക്കുക. സത്യസന്ധമായ വാർത്ത കേൾക്കാൻ നിങ്ങൾ മറ്റുള്ള ചാനലുകൾ കാണുക. താങ്ക്